നടപടി. അത് ഐസിയായുടെ പുസ്തകമാണ്. 1:18 വരണതാണ്. അനുദപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കൂ. അന്ന് ആ ഭാഗം ഒന്ന് വായിച്ച്. യെശയ്യാ 1:19. യെശയ്യാ 1:19. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. അപ്പൊ ദൈവവചനത്തോട് അനുസരിച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ ഉടമ്പടിയായി. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉടമ്പടി അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം പിന്നെ ഒരു അമ്മ ശരിക്കും ഓപ്പൺ ചെയ്ത് തരണമുണ്ടല്ലോ. അപ്പം പിന്നെ നമ്മൾ അതനുസരിച്ച് മൂവ് ചെയ്ത് പോവുകയാണ്. ഇപ്പം ഞങ്ങളിതുപോലെ ആൾക്കാർ വന്ന് ഉടമ്പടി ചെയ്യാൻ തുടങ്ങി. അപ്പം അതിൻ്റെ അകത്ത് പാപങ്ങളുണ്ട്. പാപങ്ങൾ വെറുത്ത് ഉപേക്ഷിച്ചിട്ട് ആൾക്കാർ നിയോഗങ്ങൾ കൊണ്ടുവന്ന് സമർപ്പിക്കുന്ന ലളിതമായൊരു ഉടമ്പടിയാണ് 2016 അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായി. അപ്പോൾ അത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ്, പുതിയൊരു പ്രാർത്ഥനാക്രമം വന്നപ്പോൾ പലയിടത്തും ചോദ്യങ്ങളുണ്ടായി. എന്താണിത്, എവിടെ നിന്നാണിത്, എങ്ങനെയാണിത്, ബൈബിള് വിരുദ്ധമാണോ, ദൈവശാസ്ത്ര വിരുദ്ധമാണോ എന്നൊക്കെ സഭയുടെ ഉള്ളിൽ നിന്നൊക്കെ ചോദ്യങ്ങളുണ്ടായി. അപ്പോൾ എനിക്ക് തോന്നി ഇതൊന്ന് ആൾക്കാർക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി, മെത്രാനച്ചന്മാർക്കെല്ലാം ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇത് എഴുതണമല്ലോ എന്ന് എഴുതി. അങ്ങനെ എഴുതി 72 മണിക്കൂർ എടുത്ത് എഴുതിയ 170 പേജുകൾ 72 മണിക്കൂർ കൊണ്ട് എഴുതിയതാണത്. ആ എഴുതിയതിൻ്റെ കൂട്ടത്തിലാണ് ഇതെല്ലാം വരണം. ഉപ്പ്, ഉടമ്പടി തൈലം, ഉടമ്പടി ഇങ്ങനെ ഓരോ സാധനങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളും അതിൻ്റെ സുവിശേഷ പശ്ചാത്തലങ്ങളും ഇങ്ങനെ എല്ലാം എഴുതുകയാണ്. അത് ദൈവം ഇങ്ങനെ എല്ലാ നിമിഷങ്ങളും ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നു ഓരോ സംഭവം. ഇതെല്ലാം കൂടി ആകുമ്പോൾ ഇത് വലിയൊരു സംഭവമായിട്ട് മാറുകയാണ്. അപ്പോഴാണ് പ്രയോഗവിധികൾ വരണത്. പ്രയോഗവിധികൾ ഇപ്പോൾ നമുക്ക് പ്രഖ്യാപനങ്ങളുണ്ട്, പ്രാർത്ഥനയുണ്ട്, പക്ഷേ പ്രയോഗവിധികളില്ല. പ്രയോഗവിധികളെന്ന് പറയുന്നത് സഭയിൽ കുറവാണ്. സഭയിലുണ്ടായിരുന്ന പ്രയോഗവിധികൾ തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പെസകാവ് വലിയ ശനിയാഴ്ച നമുക്ക് പണ്ട് ആനാമ്പെള്ളം തരത്തില്ല, പുത്തൻവെള്ളം തരികയില്ലേ. ഇപ്പോൾ പുത്തൻവെള്ളം ആൾക്കാർ ഉപയോഗിക്കണില്ലല്ലോ ആദ്യം. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രയോഗവിധികളെക്കുറിച്ച് പിന്നീട് വന്ന അച്ഛന്മാർക്ക് ഇതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റാ വന്ന്. പുത്തൻവെള്ളത്തിൻ്റെ ഗുണമെന്ന് പണ്ടൊരു കുരുത്തോലയും കെട്ടി കുത്തൻവെള്ളം തളിച്ചാൽ അവിടെ നിൽക്കുക, അത് പിശാചായാലും. കാര്യം എന്താണ്? നമ്മുടെ അപ്പന്മാർക്ക് അറിയാമായിരുന്നു വിശ്വാസ പ്രമാണത്തിൻ്റെ പവർ എന്താണെന്ന്, പുത്തൻവെള്ളം എന്താണെന്ന് അറിയാമായിരുന്നു. പിന്നീട് വന്ന ഈ തിയോളജിയും ബൈബിളുമൊക്കെ പഠിച്ചിട്ട് വന്ന ആൾക്കാർക്ക് ഈ ആ പുസ്തകത്തിലുള്ള പശുവാണ്, അത് പുല്ല് തിന്നത്തില്ല മിക്കവാറും. പുല്ല് തിന്നുന്ന പശു ചത്തുപോയി. കാര്യം പാരമ്പര്യം അറിയത്തില്ല. സഭയെ അനുഷ്ഠിച്ച് പോകുന്ന ഒരു പാരമ്പര്യമുണ്ട്. ഒരു മരുന്നെടുത്താൽ പോലും അമ്മമാർ വിശ്വപ്രമാണം ചൊല്ലി 3 കുരിശിനകത്തിടും. ഇപ്പോഴത്തെ അമ്മമാരിടുവാന്ന് നമുക്കറിയത്തില്ല. പഴയ അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുക്കുമ്പോൾ മരുന്നല്ല കാര്യം, കർത്താവാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ അതിൻ്റെ പുറത്ത് കുരിശിട്ടിട്ട് മാത്രമേ മരുന്ന് കൊടുക്കത്തുള്ളൂ. കാര്യം അത് പാരമ്പര്യമാണ്. അത് അനുഷ്ഠിച്ചിരുന്ന ഒരു കാലവും ആ ഒരു തലമുറയൊക്കെ മണ്ണടിഞ്ഞു പോയി. സഭയുടെ അകത്തും പുറത്തും ഈ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. പാരമ്പര്യം, ആവശ്യമില്ലാത്ത പാരമ്പര്യത്തെക്കുറിച്ച് കോയ്മ നടിക്കാൻ വേണ്ടി കൊട്ടിഘോഷിക്കണമെന്നല്ലാതെ ദൈവികമായ അനുഭവ വിശ്വാസ തലങ്ങളെ കൈമാറുന്ന പാരമ്പര്യങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. നമുക്ക് സമുദായ മേൽക്കോയ്മയ്ക്ക് വേണ്ടിയുള്ള കൊട്ടിഘോഷങ്ങൾ ആണിപ്പോൾ നടക്കുന്നത്. മറിച്ച് വേണ്ടത് വിശ്വാസ പാരമ്പര്യങ്ങളായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അത് ആ ഒരു തലമുറ മൺമറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം അത് പ്രയോഗവിധികളുടെ ഒരു കാലമായിരുന്നു. എന്തും ദൈവത്തെ പ്രയോഗിക്കും. പുത്തൻവെള്ളമാണെങ്കിലും എന്ത് വിഷയമായാലും അതുകൊണ്ട് തളിക്കും. അതാണ് പ്രയോഗം എന്ന് പറയണത്. അപ്പോൾ ഈ ഉടമ്പടി വന്നപ്പോൾ വീണ്ടും പ്രയോഗവിധികൾ തിരിച്ചു വന്ന്, ഉപ്പ്, ഉടമ്പടി തൈലം, അല്ലേ, ഉടമ്പടി കാശ്രൂപം, എന്തെല്ലാം പ്രയോഗവിധികളാണ്. അത് വിശ്വാസത്തിൻ്റെ തന്നെ
വേറെ ഒരു എക്സ്പ്രഷനാണത് പ്രയോഗവിധികളെന്ന് പറയണത്. വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻസിൽ ഒന്ന് പ്രാർത്ഥന, രണ്ടാമത്തത് പ്രഖ്യാപനം അല്ലെങ്കിൽ പ്രഘോഷണം, മൂന്നാമത്തത് പ്രയോഗം. അപ്പോൾ ഉടമ്പടിയിൽ ഇതെല്ലാം സമൃദ്ധമായി. അതാണ് ഉടമ്പടി സമ്പൂർണമായ ഒരു ആധ്യാത്മിക ജീവിത രീതിയായിട്ട് ഉയർന്നു വരുന്നതിൻ്റെ കാരണം. വിശ്വാസത്തിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യമുണ്ടായി. സാക്ഷ്യം എന്ന് പറയുമ്പോൾ അവരുടെ പേര് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, നല്ല സാക്ഷ്യം. നിഷ രാജ എന്നും പറഞ്ഞ് അവർ ഗുജറാത്തിൽ താമസിക്കുകയാണ് വർഷങ്ങളായിട്ട്. രാജ അഗസ്റ്റിൻ, നിഷ രാജ, ഇവർ ഗുജറാത്തിൽ താമസിക്കുകയാണ്. അപ്പോൾ ഇവരുടെ പ്രശ്നമെന്ന് പറയുന്നത് ഇവർക്ക് 20 വർഷമായിട്ട് മക്കളില്ല. 20 വർഷമായിട്ട്. അപ്പം ഇവർ അവസാനത്തെ ചികിത്സ അമൃതയിലാണ്. അമൃതയിലെ ചികിത്സയും കഴിഞ്ഞിട്ട് അമൃത ഇവർക്ക് അതുകൊണ്ട് ശരിയാകഴിഞ്ഞിട്ട് അഹമ്മദാബാദിലെ ഏറ്റവും ടോപ്പ് ആശുപത്രിയിലെ 1-ാം നമ്പർ ഡോക്ടറിൻ്റെ അടുത്ത് ഇവർ പോവും. അത് അമൃതയിൽ നിന്ന് ഇവരെ അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യണതാണ്. അഹമ്മദാബാദിലെ 1-ാം നമ്പർ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് അവരിവരെ അക്കോമഡേറ്റ് ചെയ്യും. പക്ഷേ അവരുടെ ഈ 20ാമത്തെ കൊല്ലം അങ്ങേരുടെ ചികിത്സയായിട്ട് ഒരു മക്കളില്ല. പിന്നെ അവർ ചികിത്സ നിർത്തി. ചികിത്സ നിർത്തുമ്പോൾ എന്താണ്, 22 ഡോക്ടർമാരുടെ ഫയലാണ് ഇരിക്കണ കയ്യിൽ. ഇത്രയും നാളിനുള്ളിൽ ഇതിനുള്ളിൽ ഒരു പ്രാവശ്യം കുഞ്ഞിനെ 9 മാസം കുഞ്ഞിനെ 9 മാസമുള്ള കുഞ്ഞിനെ പ്രസവിച്ച് വരെ. പക്ഷേ ചത്ത് കിടക്കിയിരുന്നു കൊച്ച്, ചത്താണ് പ്രസവിച്ചത്. പിന്നെ മിസ്കാരേജ് ഉണ്ടായി. 6 പ്രാവശ്യം അബോർഷനായി. കുഞ്ഞുണ്ടാവും, 1-ാം മാസമോ 2-ാം മാസമോ അബോർട്ടായി പോകും. പിന്നെ IVF അങ്ങനെ പല പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ലക്ഷക്കണക്കിന് രൂപയാണ് ഇതിന് മുടക്കണത് ഇങ്ങനെ. എന്നിട്ട് എന്തോ ഒരു എത്രകാലം ആശുപത്രി കിടപ്പാണ് ഒരു കുഞ്ഞിന് വേണ്ടി. എത്ര കാലത്തെ ആശുപത്രി കിടപ്പാണ്. ലക്ഷക്കണക്കിന് രൂപയാണ് ഇവരിതിനു വേണ്ടി മുടക്കണത്. മുടക്കി 22 ഡോക്ടേഴ്സിൻ്റെ ഫയലാണ് അവിടെ കയ്യിലിരിക്കുന്നത്. ഒരു പെട്ടി ഫയലാണ് ഒരു കുഞ്ഞ് ജനിക്കാൻ വേണ്ടി ഒരു വൈദ്യശാസ്ത്രം മുടക്കിയിരിക്കുന്നത്. ഒടുവിലെല്ലാം പരാജയപ്പെട്ട് ഒടുവിൽ കൃപാസനത്തിൽ വരും. കൃപാസനത്തിൽ വരുമ്പോൾ എന്താ സംഭവിക്കണത്, ഒരു ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുത്തിട്ട് അവിടെ സീരിയസ് ആയിട്ട് എടുക്കുമ്പോൾ എനിക്ക് കർത്താവ് തന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണ്, ഇവിടെ വരുമ്പോൾ, മക്കളില്ലാത്തവർ ഇവിടെ വരുമ്പോൾ അവർക്ക് വേണ്ടിയുള്ള എല്ലാത്തിനും വേണ്ടി പ്രാർത്ഥനയുണ്ട്. നിങ്ങൾ വിദേശത്ത് യാത്ര ചെയ്ത് പോകണമെങ്കിൽ കൃപാസനത്തിൽ അമ്മ തന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയാണ് ചെയ്യണത്. നിങ്ങളുടെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സ്പർശവും ഉണ്ടാവട്ടെ. നിങ്ങളുടെ യാത്ര, നിങ്ങളുടെ അവിചാരിതമായ അപകടങ്ങൾ, ആകസ്മിക സങ്കടങ്ങളിൽ നിന്ന് കർത്താവ് നിങ്ങളെ മോചിപ്പിക്കട്ടെ. അങ്ങനെ തുടങ്ങുന്നൊരു പ്രാർത്ഥനയാണത്. അപ്പോൾ അതെല്ലാം ബ്ലോക്ക് ചെയ്താൽ പറയും, വരാനുള്ള തകർച്ചകളെ വരെ ബ്ലോക്ക് ചെയ്താൽ പ്രാർത്ഥിക്കണേ. അതുപോലെ തന്നെ മക്കളില്ലാത്തവർക്കൊരു പ്രാർത്ഥനയുണ്ട്. മക്കളില്ലാത്തവരുടെ പ്രാർത്ഥന, നിങ്ങളുടെ രക്തത്തിൽ പറയുന്ന കുഞ്ഞുമായ കൃപാസന അൾത്താരെ, എൻ്റെ 39 വർഷത്തെ പൗരോഹിത്യത്തിൻ്റെ യോഗ്യതയായ കൃപാസന അൾത്താരെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിനായി നിൻ്റെ രക്തത്തിൽ പെടുന്ന കുഞ്ഞുമായി അൾത്താരെ കയറാൻ കർത്താവ് നിന്നെ അനുവദിക്കട്ടെ. അതാണ് പ്രാർത്ഥന. അതെല്ലാവർക്കും കൊടുക്കണം. അത് ഞാൻ എഴുതിയുണ്ടാക്കിയത്, ഇങ്ങനെ ചിന്തിച്ചുണ്ടാക്കിയതല്ല. അതിങ്ങനെ ആൾക്കാരെ കാണുമ്പോൾ പരിശുദ്ധാത്മാവ് തരുമ്പോൾ ഓരോ പ്രാർത്ഥനകൾ. അതിപ്പോൾ അതെല്ലാം ഓരോ പ്രാർത്ഥനയായിരിക്കും. അതൊന്നും പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടില്ല. അങ്ങനെ പ്രിൻ്റ് ചെയ്ത് ആൾക്കാർക്ക് കൊടുക്കുന്ന പ്രാർത്ഥന അല്ലത്. അൾത്താരയിൽ അഭിഷേക വിധി പ്രകാരം ആ വ്യക്തികൾക്ക് ഉണ്ടാകുന്ന പ്രത്യേക വിഷയത്തിന് വേണ്ടി ദൈവം നൽകുന്ന പ്രത്യേക പ്രാർത്ഥന. പക്ഷേ അത് ഇവർക്ക് അഭിഷേകമായി. എൻ്റെ പേര് ബിജിമോൾ മനോജ്, ഇതെൻ്റെ ഹസ്ബൻഡ് മനോജ്. ഞങ്ങൾ കോട്ടയത്തിൽ നിന്നാണ് വരുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്നത് കുവൈറ്റിലാണ്, ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് അബുദാബിയിലാണ്. എനിക്ക് അമ്മ മാതാവ് വഴി കിട്ടിയ അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഈ തിരുസന്നിധിയിൽ നിൽക്കുന്നത്.
കഴിഞ്ഞ വർഷം എനിക്ക് കുവൈറ്റിൽ ജോലി കിട്ടി. ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടാണ് ഞാൻ കുവൈറ്റിലേക്ക് പോകുന്നത്. ആ സാക്ഷ്യത്തിന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന സമയത്ത് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ 2 വർഷമായി വീട് പൊളിച്ച് തറകെട്ടിയിട്ടിട്ട് എനിക്ക് പണിയാൻ സാധിക്കുന്നില്ല. എൻ്റെ മാതാപിതാക്കൾ അവർക്ക് കിടപ്പാടമില്ലാതാകുന്നു. അവരൊരുപാട് വിഷമത്തിലാണ്. അടുത്ത വർഷം ഇവിടെ ലീവിന് വരുമ്പോൾ എനിക്ക് അമ്മയുടെ സന്നിധിയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞ് നന്ദി പറഞ്ഞ് വേണം എനിക്ക് ആ വീട്ടിൽ താമസിക്കാനുള്ള അനുഗ്രഹം. എൻ്റെ ഹസ്ബൻഡിന് ആദ്യം വിശ്വാസക്കുറവായിരുന്നു. എൻ്റെ ഹസ്ബൻഡിനെയും കൂട്ടി വന്ന് വേണം എനിക്ക് ഈ സന്നിധിയിൽ സാക്ഷ്യം പറയണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. അതിൻ്റെ ഫലമായിട്ട് അമ്മ ഞങ്ങൾക്ക് ഇന്ന് മനോഹരമായ ഒരു ഭവനം ഒരുക്കി തന്നിരിക്കുകയാണ്. ഇവിടെ വന്ന് നന്ദി, അമ്മ തന്ന ഭവനത്തിന് അമ്മയുടെ സന്നിധിയിൽ വന്ന് നന്ദി പറഞ്ഞതിന് ശേഷം മാത്രമേ ഞങ്ങൾ കയറി താമസത്തിൻ്റെ ഡേറ്റ് പോലും ഫിക്സ് ചെയ്യത്തുള്ളൂ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതിന് നന്ദി പറയുകയാണ്. അമ്മയ്ക്കും തിരിച്ചുകോയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. അത് ഞങ്ങൾ പോകുന്ന സമയത്തിന് ഒരുപാട് മാനുഷികമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കും 2 പേർക്ക് ഗൾഫിൽ ജോലിയുണ്ട്, സുഖമായിട്ടൊരു വീട് വയ്ക്കാം. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും നടക്കാത്ത ഒരു കാര്യമാണത്. ഞങ്ങൾക്ക് തലയ്ക്ക് ചുറ്റും കടമായിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. ഞങ്ങൾ ഒരുപാട് വിഷമിച്ച് എടുക്കാവുന്നിടത്തു നിന്നൊക്കെ ലോണുകളെടുത്ത് ഒത്തിരി പ്രയാസപ്പെട്ടാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഞാൻ പോകുന്നത് തന്നെ ഏജൻസിക്ക് 4 ലക്ഷം രൂപ കൊടുത്ത് അതും ഞാൻ കടം വാങ്ങി 3 മാസത്തിനുള്ളിൽ അവർക്ക് ആ പൈസ തിരികെ കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഓരോരുത്തരോട് വാങ്ങിപ്പോകുന്നത്. അവിടെ ചെന്നു റെസിഡൻസി 2 മാസം കഴിഞ്ഞേ കിട്ടിയുള്ളൂ. അതിനുശേഷം ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. അതിനുശേഷം 3 മാസം കഴിഞ്ഞ് ട്രാൻസാക്ഷൻ കാണിച്ചാലേ ലോൺ അനുവദിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം കുവൈറ്റിൽ കുറച്ച് ഇഷ്യൂസൊക്കെ ലോണിൻ്റെ പ്രോബ്ലംസ് ഉണ്ടായി. ലോൺ കിട്ടാൻ വഴിയില്ല എന്ന് പറഞ്ഞു. ഞാൻ മാതാവിനോട് നിരന്തരം പ്രാർത്ഥിച്ചു. മാതാവേ, 3 മാസമെന്ന് ഞാൻ അവരോടൊക്കെ പറഞ്ഞിരിക്കുന്നത്, വേറെ വഴിയൊന്നും എനിക്കില്ല, അമ്മ തന്നെ ഒരു വഴി കാണിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചു. ആ 3 മാസത്തിനുള്ളിൽ എൻ്റെ ഒരു സാലറി ട്രാൻസാക്ഷൻ കാണിച്ചപ്പോൾ തന്നെ ബാങ്കുകാർ ഞങ്ങൾ 6 പേര് ഒരുമിച്ച് സബ്മിറ്റ് ചെയ്ത ആദ്യത്തെ പേപ്പർ തന്നെ അവരെൻ്റേത് അപ്രൂവ് ആക്കി തന്നു. കുറച്ച് ലോൺ എനിക്ക് അമ്മ മാതാവ് വഴിയായി എനിക്ക് കിട്ടി. ഞങ്ങളുടെ കുറേ കടങ്ങളൊക്കെ ഒതുക്കി അതിൻ്റെ കുറച്ച് പൈസ കൊണ്ട് ഞങ്ങൾ വീട് പണി സ്റ്റാർട്ട് ചെയ്തു. അത് ഒരു ഘട്ടം ഞങ്ങൾക്ക് മാത്രമേ അത് പൈസ കൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ബാക്കി തുക എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയില്ല. എന്നോട് ഹസ്ബൻഡ് ചോദിക്കും, എങ്ങനെ ഇത് പണിയും? ഞാൻ പറയും, ഞാൻ മാതാവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, മാതാവ് നമുക്ക് സാധിച്ചു തരുമെങ്കിൽ തരും. അങ്ങനെ തന്നെ വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു. എവിടെ നിന്നൊക്കെയാണോ ഞങ്ങൾക്ക് പൈസ കിട്ടി, ഞങ്ങൾ ഇന്ന് ആ ഭവനം ഒരുക്കി എല്ലാ അത്യാവശ്യ പണികളും തീർത്ത് ഇപ്പോൾ വന്നിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ആദ്യം ജോലിക്ക് ചെന്നപ്പോൾ എനിക്ക് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഞാൻ ഡെൻ്റലിലാണ്. ഡെൻ്റലിൻ്റെ ബേസിക്ക് മാത്രമേ എനിക്കറിയത്തുള്ളൂ. എന്നാലും ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എനിക്ക് ഡെൻ്റൽ കിട്ടിയിരുന്നെങ്കിൽ വാർഡിലൊക്കെ പോകാൻ ഒരു ഭയമാണ്, കുറച്ച് ഗ്യാപ്പ് വന്നതുകൊണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. അവർ ഇൻ്റർവ്യൂ നടത്തി ഡെൻ്റലിൽ തന്നെ എന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ വിട്ടു. അവിടെ ചെന്നിട്ട് എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. ഒന്നും അറിയില്ല, എല്ലാം കമ്പ്യൂട്ടർ സിസ്റ്റം. എനിക്ക് ആകപ്പാട് എന്ത് ചെയ്യണം, എങ്ങനെ തുടങ്ങണം ഒന്നും അറിയില്ല. ആരോട് ഒരു മെൻറ്ററിനെ തന്നു. ആ മെൻറ്റർ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഒത്തിരി ഞാൻ വിഷമിച്ചു. എന്നാലും ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലവും എൻ്റെ പോക്കറ്റിലിട്ട് ഞാൻ എന്നും ഡ്യൂട്ടിക്ക് പോകും. മാതാവെ, ഡോക്ടേഴ്സിനൊക്കെ ഇഷ്ടപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്നാലും മാതാവ് എൻ്റെ കൂടെ തന്നെ നിൽക്കണം. അത് ഞാൻ പ്രാർത്ഥിച്ച് എന്നും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോകുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ എനിക്ക് സ്ട്രെസ്സൊക്കെ കുറച്ച് സന്തോഷത്തോടെ അവിടെ ജോലി ചെയ്യാൻ എനിക്ക് അനുഗ്രഹം കിട്ടി. അതുപോലെ തന്നെ ഹസ്ബൻഡിന് ലീവ് 10-20 ദിവസം ലീവ് കിട്ടിയപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് നിൻ്റെ അടുത്തോട്ട് വിസിറ്റിംഗ് വിസയിൽ വരണമെന്നുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് ഇവിടുത്തെ പ്രൊസീജിയറുകളോ HR പോയി ചോദിക്കേണ്ടോ ഒന്നും എനിക്കറിയില്ല, എന്നാലും ഞാൻ ശ്രമിച്ച് നോക്കാം. പുള്ളി ഒരു ആഗ്രഹം പറഞ്ഞു. എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷേ മാതാവിന് അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പം വരാൻ പറ്റുമായിരിക്കും. വന്നാലും എനിക്ക് ഹോസ്പിറ്റൽ അക്കോമഡേഷൻ, പുറത്തൊരു റൂം എടുക്കണം, അതിനുള്ള സാഹചര്യങ്ങൾ നമുക്കില്ല. വീട് പണിയുടെ കാര്യങ്ങൾ, ഞങ്ങൾക്ക് കിട്ടിയ സാലറി കൊണ്ട് വീട്ടിലെ ചിലവും കടങ്ങളും ബാങ്ക് ലോണും എല്ലാം അടച്ച് ഞങ്ങൾക്ക് പോലും ഞങ്ങളുടെ ചിലവിനുള്ള പൈസ വളരെ കുറച്ചേ ഞങ്ങളുടെ കാണത്തുള്ളൂ. അങ്ങനെയുള്ള ഞാൻ പുറത്തൊരു റൂം എടുത്ത് ഈ താമസ സൗകര്യങ്ങളെല്ലാം ഒരുക്കണം. 10-20 ദിവസമാണെങ്കിലും 1 മാസം റെൻറ്റ് കൊടുക്കണം, താമസ സൗകര്യങ്ങളെല്ലാം ഒരുക്കണം. അതിനെല്ലാം ഞാൻ എന്ത് ചെയ്യും? മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ അത് സാധിച്ചു തരിക എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ അവിടുത്തെ തന്നെ എനിക്കൊരു റൂം തന്ന് മാതാവ് അഫോർഡബിളായിട്ടുള്ള ഒരു റെൻറ്റ് റൂം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. അപ്പോൾ എനിക്ക് എൻ്റെ
താമസം ഞാൻ ഹോസ്റ്റൽ അക്കോമഡേഷൻ തന്നെ ഫുഡ് വെച്ച് ഞാൻ കപ്പറയിലോട്ട് കൊണ്ടുപോകാനും ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാനും മാതാവ് അനുഗ്രഹം തന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ആഗ്രഹിച്ചായിരുന്നു അഖണ്ഡ ജപമാലയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഇവിടെ വന്ന് പങ്കെടുക്കാൻ സാധിക്കണം. എൻ്റെ ആനുവൽ ലീവ് സ്റ്റാർട്ട് ചെയ്തിരുന്നത് നവംബർ 8-ാം തീയതിയാണ്. ഞാൻ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഇൻചാർജിനോട് ചോദിച്ചു എനിക്കത് ഒക്ടോബറിലേക്ക് മാറ്റിത്തരുമോയെന്ന്. അവർ പറഞ്ഞു തരാൻ പറ്റില്ല, ഓവർലാപ്പിങ് വരും, വേറെ സ്റ്റാഫ് പോകാൻ നിൽക്കുന്നു, ഒരിക്കലും നടക്കില്ല, അത് കാര്യമാണ്, അതങ്ങ് ഉപേക്ഷിച്ചേക്കാൻ പറഞ്ഞു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞങ്ങൾക്ക് 2 പേർക്കും ആഗ്രഹമുണ്ട് ഇവിടെ അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കണമെന്നും ആ സമയത്ത് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് കയറി താമസം നടത്തി എല്ലാ സന്തോഷമായി പോകാനും അമ്മയ്ക്ക് അനുവദിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾ 2 പേരും പ്രാർത്ഥിച്ചു. ഇപ്പോൾ പുള്ളിയാണെങ്കിലും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സായാഹ്ന പ്രാർത്ഥനയും എല്ലാം വിശ്വാസപൂർവ്വം ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ ഞങ്ങളുടെ കുടുംബത്തിൽ ജീവിക്കുന്നു. അതുപോലെ തന്നെ അപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം കുവൈറ്റിൽ നിന്നും പുള്ളി അബുദാബിയിൽ നിന്നും ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ എത്തി. ഞങ്ങൾ അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടും എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് അമ്മ മാതാവിൻ്റെ സാന്നിധ്യത്തിൽ നടത്താനുമാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇത്രത്തോളം ഞങ്ങളെ അനുഗ്രഹിച്ച അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. അതുപോലെ തന്നെ ഇവിടെ ആ വീട്ടിൽ ഞാൻ എൻ്റെ അപ്പച്ചനോടും അമ്മച്ചിയോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ തന്ന വീടാണ്, ആ വീട്ടിൽ വേറെ ഒരു സാധനങ്ങളും ആദ്യം കയറ്റിക്കൂടാ, അമ്മ മാതാവിൻ്റെ ഫോട്ടോ വേണം എനിക്ക് ആ വീട്ടിൽ വെക്കാൻ. ആ ഒരു ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. കാരണം ഞങ്ങളെ അടുത്തറിയുന്ന എല്ലാവർക്കും അറിയാം ഇത് ഒരിക്കലും ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. കാരണം സമയച്ചുരുക്കത്തിൻ്റെ മാതാവ് ഈ 1 വർഷവും 1 മാസവും ആയപ്പോൾ ഇങ്ങനെ ഒരു ഭവനം ഞങ്ങൾക്ക് ഒരുക്കി തന്നിട്ടുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒരു അത്ഭുതം തന്നെയാണ്. ഞങ്ങളെ എല്ലാവരും ഞങ്ങളെ അറിയുന്ന എല്ലാവരും അത് തന്നെയാണ് വിശ്വസിക്കുന്നതും പറയുന്നതും. എനിക്കറിയാവുന്ന എല്ലാവരോടും ഞാൻ പറയും, ഈ ലോകത്തോട് മുഴുവൻ ഞാൻ വിളിച്ചു പറയും. കാരണം മാതാവ് തന്നതാണ്. ഞങ്ങൾക്കല്ല, എൻ്റെ അപ്പനും അമ്മയ്ക്കും, അവരാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കുന്നത്. അവർക്കൊരു ഭവനം കിടപ്പാടമില്ലാതെ ആക്കരുതേ മാതാവേ, അതാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അത് ഞങ്ങൾക്കിന്ന് മാതാവ് സാധിച്ചു തന്നിരിക്കുകയാണ്. 1000 നന്ദി ഞങ്ങൾ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ അവിടെ ആയതുകൊണ്ട് ഇവിടെ ഒരു അനാഥാലയത്തിൽ ഞാൻ എല്ലാ മാസവും ഒരു നേരത്തെ ആഹാരത്തിനുള്ള ഭക്ഷണങ്ങൾ ഞാൻ കൊടുക്കുന്നു, പൈസ അയച്ചു കൊടുക്കുന്നു. പിന്നെ എന്നോട് ചോദിക്കുന്നു, എൻ്റെ കയ്യിൽ ചിലപ്പോൾ എടുക്കാനുണ്ടാവില്ല, ഞാൻ എന്നാലും മറ്റുള്ളവരോട് കടം വാങ്ങിയിട്ടാണെങ്കിലും എന്നോട് ചോദിക്കുന്നവരെ ഞാൻ, കാരണം പൈസയുടെ വില ബുദ്ധിമുട്ട് എന്തെന്ന് ഞാൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് കാരുണ്യ പ്രവർത്തി ചെയ്യാൻ എനിക്ക് ഒരു മടിയുമില്ല. പിന്നെ രോഗികളുടെ ഞാൻ ഹോസ്പിറ്റലിലായതുകൊണ്ട് പ്രായമുള്ളവർ ഒരുപാട് പേര് വരാറുണ്ട്. അവരോടെല്ലാം സ്നേഹത്തോടെയും നല്ല ഇതിലും ഞാൻ പെരുമാറുന്നു. ഉടമ്പടികൾ ഇതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള നേട്ടങ്ങളെല്ലാം, ഞങ്ങൾക്ക് ഒരുപാട് വീഴ്ചകൾ ഇതിനു മുമ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. അതിലെല്ലാം ഞങ്ങളെ കരകയറ്റിയത് ഞങ്ങളുടെ ഈ മാതാവാണ്. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളാണ്. അതുവരെ ഞങ്ങൾ വളരെ പ്രയാസത്തിലും കഷ്ടപ്പാടിലും ദുരിതത്തിലും ജീവിച്ച് വന്ന ആൾക്കാരാണ്. പക്ഷേ ഇന്ന് ഞങ്ങളെ മാതാവ് മറ്റുള്ളവരുടെ മുമ്പിൽ മാനിച്ച് ഉയർത്തി ഞങ്ങളെ ഇന്ന് നിർത്തിയിരിക്കുകയാണ്. അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞങ്ങൾ കുവൈറ്റിൽ ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിക്കൊണ്ട് കഴിഞ്ഞ വർഷം പോയി അവിടെ എല്ലാവർക്കും കൊടുത്തു. എൻ്റെ ഫ്ലാറ്റ്മേറ്റ് എല്ലാവരും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തവരാണ്. ഹോസ്പിറ്റലിലും എനിക്ക് തോന്നുന്നു ഒരു 80% ആൾക്കാർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആ ഒരു സ്ഥലത്താണ് മാതാവ് എന്നെ എത്തിച്ചത്. ആ ഒരു റൂമിലാണ് എന്നെ മാതാവ് എത്തിച്ചത്. ഒരു വഴക്കോ പിണക്കവോ ഒന്നും ഞങ്ങൾക്ക് ആർക്കുമില്ല. എല്ലാവരും ഉടമ്പടിയിൽ ജീവിക്കുന്നു, ഉടമ്പടി പ്രാർത്ഥനയിൽ ജീവിക്കുന്നവരാണ്. അതിനെല്ലാം അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. അമ്മ ചെയ്ത എല്ലാ ഉപകാരത്തിനും ഞങ്ങൾ 1000 നന്ദി പറയും. എൻ്റെ പേര് നിജ. ഞാൻ കുറ്റിപ്പുഴ സെൻറ്റ് സെബാസ്റ്റ്യൻ ഇടവകാംഗമാണ്. ഞാൻ UK നിന്നാണ് വരുന്നത്. സാക്ഷ്യം പറയുന്നതിനും ഉടമ്പടി ജപമാല റാലിക്ക് പങ്കെടുക്കുന്നതിനും വേണ്ടിയിട്ടാണ്. എനിക്കറിയില്ല എൻ്റെ സാക്ഷ്യം മൊത്തം എനിക്ക് പറയാൻ സാധിക്കുമെന്ന്. എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും പേരുടെ മുമ്പിൽ നിൽക്കുന്നത്. എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ ഡിസംബർ 28, 2022 ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എൻ്റെ വിസയുടെ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. ഞങ്ങൾ ദുബായിലായിരുന്നു. അവിടെ നിന്ന് ഹസ്ബൻഡ് ഡിപ്പെൻഡ് വിസയിലാണ് ഞാൻ ആദ്യമായിട്ട് UK ചെല്ലുന്നത്. അപ്പോൾ ഞങ്ങൾ UK ചെന്ന സമയത്ത് ഞങ്ങൾക്ക് ഒത്തിരി പൈസ മുടക്കിയാണ് ഞങ്ങൾ UK ചെന്നത്. അത് കഴിഞ്ഞ് വിസ റിന്യൂ ചെയ്യണമെങ്കിൽ ഇനി മുടക്കിയാലും കൂടുതൽ പൈസ മുടക്കണമെന്നൊക്കെ അവിടെ അഡ്വക്കേറ്റ്മാരുടെ അടുത്ത് വിളിച്ച് അന്വേഷിച്ചപ്പോൾ അവർ അങ്ങനെ പറയാനിടയുണ്ടായി. അപ്പോൾ എനിക്ക് ഓൾറെഡി ഒരു നഴ്സിംഗ് ഹോമിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നഴ്സിംഗ് ഹോമിൽ മാനേജറിൻ്റെ അടുത്ത് ചോദിച്ചു എനിക്കൊരു വിസ തരുമോ എന്ന്. അപ്പോൾ മാനേജർ നല്ല മനസ്സുകൊണ്ട് അവർ എനിക്ക് അനുവാദം നൽകി വിസ തരാം എന്ന്. അങ്ങനെ വിസയുടെ പ്രോസസ്സിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു അവിടെ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് എക്സാം എഴുതണമായിരുന്നെന്ന്. ഞാൻ ഡിപ്പെൻഡ് വിസയിലാണല്ലോ പോയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഡിപ്പെൻഡ് വിസയിൽ അങ്ങനെ തന്നെ ചേഞ്ച് ചെയ്യാം എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. അങ്ങനെ ഓരോന്ന് അപ്ലോഡ് ചെയ്ത് വന്ന സമയത്താണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് എക്സാം എഴുതണമെന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ അത്ര നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളോ പറയുന്ന ആളോ എഴുതുന്ന ആളോ ഒന്നുമല്ല. അപ്പോൾ എനിക്കിത് വന്നപ്പോൾ ആകെ ടെൻഷനായി. ഞാൻ എന്നിട്ട് ഓരോ IELTS ക്ലാസ്സിനൊക്കെ ചേർന്നു. അങ്ങനെ ഞാൻ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ പോയി ഞാൻ എക്സാം എഴുതി. പക്ഷേ എൻ്റെ COSൻ്റെ കാലാവധി 1 മാസമാണ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ ഫെയിലായി. അങ്ങനെ ഇരിക്കെ എൻ്റെ നാത്തും പറഞ്ഞു ചേച്ചി ഓൺലൈൻ ഉടമ്പടി എടുക്ക്. അവൾ ഭയങ്കര മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉള്ള ആളായിരുന്നു. സത്യത്തിൽ ഞാൻ അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിക്കുമെങ്കിലും ഞാൻ എപ്പോഴും ഈശോയുടെ അടുത്ത് അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ അവിടെ ദുബായിൽ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ ഇടവക പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത്, അച്ഛൻ എനിക്ക് മാതാവിൻ്റെ അടുത്ത് അങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ലല്ലോ അച്ഛ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു മോള് വിഷമിക്കേണ്ട, മാതാവ് ആഗ്രഹിക്കുന്നത് ഈശോയുടെ അടുത്ത് പ്രാർത്ഥിക്കാനാണ് അമ്മ ആഗ്രഹിക്കുന്നത്, നീ ധൈര്യമായിട്ടിരുന്നോ, നീ അതിനെ ഓർത്ത് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞായിരുന്നു. ആ സമയത്തൊക്കെ എൻ്റെ നാത്തൂൻ ഇങ്ങനെ മെസ്സേജുകളൊക്കെ ഇടുമ്പോൾ എനിക്ക് അച്ഛൻ പറയുന്ന ഒരു കാര്യം മനസ്സിലാവില്ലായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ സ്കിപ്പ് ചെയ്ത് അങ്ങനെ കളയായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ പിന്നെ ഉടമ്പടിയിൽ അവൾ പറഞ്ഞതനുസരിച്ച് ഞാൻ ഉടമ്പടി എടുത്തു. അങ്ങനെ ഞാൻ പറഞ്ഞ രീതിയിലെല്ലാം പ്രാർത്ഥിച്ച് രണ്ടാമത് ഞാൻ പോയി എക്സാം എഴുതിയപ്പോൾ ഞാൻ ഉടമ്പടി എൻ്റെ ഫ്രണ്ടും മമ്മി വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഉടമ്പടി ഉപ്പ് കൊണ്ടു തന്നായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി ഞാൻ എക്സാമിൻ്റെ അവിടെ വിതറി. എന്നിട്ട് ഞാൻ എക്സാം എഴുതി, ഞാൻ പാസ്സായി. അങ്ങനെ എനിക്ക് പിന്നെയും ഒരു എക്സാം എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ COS ക്യാൻസലാവും, എനിക്ക് വിസ കിട്ടില്ല. അങ്ങനെ രണ്ടാമത്തെ എക്സാമിൽ എനിക്ക് മാതാവിൻ്റെ ഈശോയുടെയും കൃപയാൽ എനിക്ക് വിസ ലഭിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു വീട് മേടിക്കണമെന്ന് ഞാൻ അത് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കുറേ വർഷത്തെ ആഗ്രഹമായിരുന്നു ഒരു വീട് വാങ്ങിക്കണം എന്നുള്ളത്. ഒത്തിരി വീടുകൾ പോയി കാണുകയും ഒക്കെ ചെയ്യായിരുന്നു. ഒന്ന് നോക്കുമ്പോൾ ഒന്ന് വെക്കില്ല, അങ്ങനെയായിരുന്നു. അങ്ങനെ ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ ഞാൻ പക്ഷെ വീട് വാങ്ങിക്കണം എന്നുള്ളൊരു നിയോഗം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ മാതാവ് ഞങ്ങൾക്കൊരു വീട് വാങ്ങിക്കാനായിട്ട് സാധിച്ചു. അത് ഞാനും മാതാവിന് വീട് മേടിക്കണേക്ക് മുമ്പ് ഞാൻ അച്ഛൻ പറയുന്ന പോലെ അടയാളം ചോദിച്ചായിരുന്നു. അങ്ങനെ ഞാൻ വാങ്ങിക്കാൻ പോയ വീടിൻ്റെ ഫ്രണ്ടിൽ ഗ്രീൻ കളറിലുള്ള ചെടിച്ചട്ടിയായിരുന്നു. അകത്ത് കയറി കഴിഞ്ഞപ്പോൾ വീടിൻ്റെ കർട്ടൻ ബ്ലൂ കളറ് കർട്ടൻ ഇത് കണ്ടപ്പോൾ ഞാൻ തീരുമാനിച്ചു എനിക്ക് മാതാവായിട്ട് തരുന്ന വീടാണെന്ന്. പക്ഷേ ഞാൻ ആദ്യമേ പ്രാർത്ഥിക്കുകയായിരുന്നു ഈശോയുടെ അടുത്തേക്ക് വീടെന്ന്. പക്ഷേ അച്ഛൻ അവർക്ക് പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങൾ മാതാവിലൂടെയാണ് നമുക്ക് നടത്തി തരണേന്നുള്ളത്. ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു മാതാവിലൂടെയാണ് എനിക്ക് ആ വീടും വിസയെല്ലാം ലഭിച്ചതെന്നുള്ളത്. പിന്നെ ഞാനൊരു നേഴ്സായിരുന്നു. പക്ഷേ എനിക്ക് 16 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു എൻ്റെ ഫീൽഡിൽ. ഞാൻ 16 വർഷം കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ജോലിക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ 1 വർഷം നഴ്സിംഗ് ഹോമിൽ ജോലി ചെയ്ത് കഴിഞ്ഞ നേഴ്സായിട്ടുള്ളവർക്ക് CBT OSK എന്ന് പറഞ്ഞ 2 എക്സാം പാസ്സായി കഴിഞ്ഞാൽ രജിസ്ട്രേഡ് നേഴ്സായിട്ട് നമുക്ക് കയറാം. ആ 2 എക്സാം പാസ്സായി കഴിഞ്ഞാൽ അപ്പോൾ എനിക്കാണെങ്കിൽ ഇപ്പം പല ചേച്ചിമാരും എൻ്റെ അടുത്ത് പറയായിരുന്നു മോള് നേഴ്സല്ലേ, നീ എക്സാം എഴുത് പഠിക്കുക എന്നൊക്കെ. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ പറയായിരുന്നു എനിക്കതിനൊരു കഴിവില്ല, എങ്ങനെ പാസ്സാവാൻ. പക്ഷേ ആ ഉടമ്പടിയിൽ എനിക്ക് അസാധ്യമായ കാര്യം അത് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ചായിരുന്നു. മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ സാധിച്ചു തരട്ടെ എന്നുള്ള രീതിയിൽ ഞാനത് സാക്ഷ്യമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എക്സാമും ഓസ്കിയും CBTയും ഓസ്കിയും പഠിക്കാൻ തുടങ്ങി. എനിക്ക് 2 പേരെ മാതാവ് നിയോഗിച്ച് തന്നത് പഠിക്കാനായിട്ട്. എനിക്ക് NMC രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യണം എന്താണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ആ ചേച്ചിയിലൂടെ എനിക്ക് എല്ലാ NMC രജിസ്ട്രേഷനും കാര്യങ്ങളും എല്ലാം ആ ചേച്ചി വഴിയായിട്ട് ചെയ്യാൻ സാധിച്ചു. അതുപോലെ പഠിക്കാനായിട്ട് ഇത്ര നാളത്തെ ഗ്യാപ്പ് ഉണ്ട്, എല്ലാവരും ഒന്നേന്ന് പഠിക്കണമായിരുന്നു. അപ്പോൾ എനിക്ക് അതിന് വേണ്ടിയിട്ട് മാതാവ് ഒരു ഫ്രണ്ടിനെ എനിക്ക് നിയോഗിച്ച് തന്നു. ഞാൻ വർക്ക് ചെയ്യുന്ന നഴ്സിംഗ് ഹോമിൽ അവൾ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ പഠിക്കാനായിട്ട് മാതാവ് ഒരു അനുഗ്രഹം തന്നു. അങ്ങനെ ഞങ്ങൾ 2 പേരും പഠിച്ചു. ഞങ്ങൾ OSK പാസ്സായി.
അങ്ങനെ രജിസ്റ്റേർഡ് നേഴ്സ് എന്ന ഒരു പിൻ നമ്പർ എനിക്ക് ലഭിച്ചു കഴിഞ്ഞ ആഴ്ച. അതുപോലെ തന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു ചർച്ച് ഉണ്ടായിരുന്നു. ആ ചർച്ചിൽ എന്നും ഇംഗ്ലീഷ് മാസ് ഉണ്ട്. പക്ഷെ ഒരു ഇംഗ്ലീഷ് മാസ് കൂടുന്നതിലും കുറച്ചും കൂടിയും നമുക്ക് ഒരു മലയാളത്തിലൊരു കുർബാന കൂടുമ്പോൾ ഒരു പ്രത്യേകതയല്ലേ, നമുക്ക് മലയാളത്തിലൊരു കുർബാന ആവണം എന്നുള്ളത് ഞാൻ അതും നിയോഗത്തിൽ വെച്ചായിരുന്നു. അപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച എൻ്റെ ഹസ്ബൻഡ് മെസ്സേജ് വിട്ടേക്കാണ്, ഈ മാസം എല്ലാ മാസം 4th സാറ്റർഡേ നമ്മുടെ അടുത്തുള്ള ചർച്ചിൽ മലയാള മാസ് ഉണ്ടാകുമെന്നുള്ളത്. അങ്ങനെ ആ അനുഗ്രഹവും മാതാവ് എനിക്ക് സാധിച്ചു തന്നു. പിന്നെ എനിക്കൊരു സർജറി ഉണ്ടായിരുന്നു. എൻ്റെ ലെഫ്റ്റ് ബ്രസ്റ്റിൽ ചെറിയൊരു തടിപ്പുണ്ടായിരുന്നു. അത് ഭയങ്കര ടെൻഷനായിരുന്നു, അതെന്തായിരിക്കും എന്നുള്ളത്. അതും മാതാവിൻ്റെ കൃപയാൽ യാതൊരു കുഴപ്പമില്ലാതെ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. സർജറി കഴിഞ്ഞായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചായിരുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ കയ്യിൽ ഉപ്പും തേനാണ് ഉണ്ടായിരുന്നത്, അത് ഉപയോഗിച്ചായിരുന്നു. എൻ്റെ മമ്മി വിസിറ്റിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മമ്മി കുറച്ച് ഉപ്പും തേനും ഒക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ എൻ്റെ ഒരു ഫ്രണ്ട്, അവൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളും എനിക്ക് ഉപ്പും തേനും തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഉടമ്പടി വസ്തുക്കൾ എൻ്റെ അടുത്തുണ്ടായിരുന്നു. പിന്നെ മമ്മി വന്നപ്പോൾ കുറച്ച് പത്രം വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് അവിടെയുള്ള ഇംഗ്ലീഷുകാർക്കും മലയാളികൾക്കും ഞാനത് വിതരണം ചെയ്തായിരുന്നു. കാരുണ്യപ്രവൃത്തികളെന്ന് പറയുന്നത് അവിടെ ഞാൻ അങ്ങനെ കാരുണ്യപ്രവൃത്തിയൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് എൻ്റെ നാത്തൂനോ അല്ലെങ്കിൽ മമ്മിക്കോ പൈസ അയച്ചു കൊടുക്കും. ആർക്കെങ്കിലും സഹായം ആവശ്യമുള്ളവർക്ക് സഹായം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുമായിരുന്നു. ഇത്രയും അനുഗ്രഹങ്ങളാണ് എനിക്ക് ഓൺലൈൻ ഉടമ്പടി എടുത്തതുകൊണ്ട് കിട്ടിയത്. കുമ്പസാരി അവിടെ എല്ലാ ദിവസവും സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ അവിടെ പള്ളിയിൽ പോകുമായിരുന്നു, പറ്റുന്ന ദിവസങ്ങളിൽ. പിന്നെ കുംസാരിക്കുകയും ചെയ്യുമായിരുന്നു. 2 ആഴ്ച കൂടുമ്പോൾ കുംസാരിക്കാൻ ചില സമയത്ത് സാധിക്കില്ലായിരിക്കും, എന്നാലും ഒരു മാസത്തിനുള്ളിലാണെങ്കിലും ഞാനത് കുമ്പസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ദൈവമാതാവിനും ഈശോയ്ക്കും നന്ദി.